ഒന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പാണ്. ഇത് നമ്മൾ പല ആളുകൾക്കും അറിയാവുന്നതാണെങ്കിലും പലരും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാറില്ല എന്നുള്ളത് ഒരു ഖേദകരമാണ്. ഏറ്റവും അധികം ഒരു പുണ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നതാണ്. قال النبي صلى الله عليه وسلم اذا اتيت مضجعك فتوضأ وضوءك للصلاه ثم اضطجع على شقك الايمن. നീ നിന്റെ കിടപ്പറയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ നിസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ കൃത്യമായ ഒരു വുളു നീ എടുക്കണം. എന്നിട്ട് നിന്റെ വലതു ഭാഗം ചെരിഞ്ഞിട്ടായിരിക്കണം കിടക്കുന്നത്. അപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുസ്ലിമീങ്ങൾ പ്രവാചകന്റെ ഈ ചര്യ പാലിക്കൽ വളരെ കണിശമായി നമ്മൾ ഒരു പുണ്യകർമ്മം നഷ്ടപ്പെടുക എന്ന രൂപത്തിൽ തന്നെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഉറങ്ങാൻ പോകുമ്പോൾ വുളു എടുക്കുകയും വുളു എടുത്തിട്ട് ബെഡിൽ പോയിട്ട് വലതു ഭാഗം ചെരിഞ്ഞ് കിടന്നിട്ട് പിന്നെ ഒരു പ്രാർത്ഥന നബി പറയുന്നുണ്ട്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക അല്ലാഹുമ്മ ആമൻതു ബികിതാബികല്ലദീ അൻസൽത വനബിയികല്ലദീ അർസൽത. ഈ ദുആ നീ ചൊല്ലുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ മിത്ത മിൻ ലൈലതിക, നീ ആ രാത്രിയിൽ മരിച്ചു കഴിഞ്ഞാൽ നീ ശുദ്ധമായ പ്രകൃതിയോടുകൂടെയാണ് നിന്റെ മരണം. നീ സംസാരിക്കുന്ന വർത്തമാനങ്ങളിൽ അവസാനത്തെ വർത്തമാനം ഇതായിരിക്കണം. ഉറങ്ങുന്നതിന്റെ മുമ്പ് നീ എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അവസാനത്തെ നിന്റെ കലാം ഇതായിരിക്കണം. ഏത്? അല്ലാഹുമ്മ ആമൻതു ബികിതാബികല്ലദീ അൻസൽത വനബിയികല്ലദീ അർസൽത. പടച്ചോനെ, നീ ഇറക്കി തന്നിട്ടുള്ള പരിശുദ്ധമായ ഖുർആനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നീ അറിയിച്ചിട്ടുള്ള നിന്റെ പ്രവാചകനിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഈ വാക്കോടുകൂടെ നീ അന്ന് ഉറങ്ങാൻ കിടന്ന് നീ എന്ന് മരിച്ചുപോയാൽ തന്നെ ശുദ്ധമായ പ്രകൃതിയോടുകൂടെയാണ് നിന്റെ മരണം. അപ്പൊ ഇതിൽ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങാൻ പോകുമ്പോൾ വുളു എടുത്തു പോകൽ ശക്തിയായ ഒരു സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. വേറൊന്ന് മനസ്സിലാക്കാനുള്ളത്, ജനാപത്തുകാരൻ, വലിയ അശുദ്ധിയുള്ള വ്യക്തി തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും നിലക്ക് വലിയ അശുദ്ധി ഉണ്ടായി തീർന്നാൽ ഉറങ്ങുമ്പോൾ പ്രത്യേകം വുളു എടുക്കൽ സുന്നത്താണ്. അങ്ങനെ അപ്പൊ തന്നെ വലിയ അശുദ്ധി ഉണ്ടായ ഉടനെ തന്നെ കുളിക്കൽ നിർബന്ധമല്ല. എന്നാൽ അവനൊരു വുളുവെങ്കിലും എടുത്തിട്ട് ഉറങ്ങാൻ കിടക്കുന്നതാണ് സുന്നത്ത് എന്ന് പ്രവാചകന്റെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യനാമ വഹുവ ജുനുബുൻ വസല ഫർജഹു വതവല്ലഅ വുളുഅഹു ലിസ്സലാത്തി. ബുഖാരി, മുസ്ലിം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പതിവായിരുന്നു ഇദാ അറാദ അൻ യനാമ വഹുവ ജുനുബുൻ, നബി വലിയ ശുദ്ധിയിലായിരിക്കെ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഗസല ഫർജഹു, തന്റെ ലൈംഗികാവയവം വൃത്തിയായി കഴുകും, വതവല്ലഅ വുളുഅഹു ലിസ്സലാത്തി, എന്നിട്ട് നിസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ ഒരു പൂർണ്ണമായ വുളു എടുത്തിട്ടാണ് ഉറങ്ങാറുള്ളത്. അപ്പോ വലിയ ശുദ്ധി ബാധിച്ച ആള് പിറ്റേ ദിവസം സുബൈന്റെ സമയത്താണല്ലോ കുളിക്കുക. അപ്പൊ അങ്ങനെ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ് ഒരു വുളുവോടുകൂടെ ഉറങ്ങുന്നതാണ് പ്രവാചകന്റെ ചര്യ. നിർബന്ധമല്ല, ഒരു സുന്നത്തായ കാര്യം മാത്രമാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന ഉമർ ഖാല യാ റസൂലല്ലാഹ്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയനാമു അഹദുനാ വഹുവ ജുനുബുൻ, ഞങ്ങളിൽ ഒരാൾ വലിയ ശുദ്ധിയുള്ളവനായിരിക്കെ ഉറങ്ങാൻ പാടുണ്ടോ കുളിക്കാതെ? ഖാല, നബി പറഞ്ഞു, നാം ഉറങ്ങാം, ഇദാ തവല്ല, വുളു ചെയ്താൽ മതി എന്ന് നബി തിരുമേനി അവിടെയും പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വലിയ ശുദ്ധിയുള്ള ഒരു വ്യക്തി എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ ഈ വീണ്ടും തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അപ്പോഴും വുളു എടുക്കൽ ഒരു പ്രത്യേകമായ സുന്നത്തായി പ്രവാചകൻ പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അൻ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു ഖാല, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ലിൽ ജുനുബി ഇദാ അറാദ അൻ യഅകുല ഔ യശ്റബ ഔ യനാമ അൻ യതവല്ലഅ വുളുഅഹു ലിസ്സലാത്തി. ഇമാം അഹ്മദും തുർമിദിയും നിവേദനം ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശുദ്ധിയുള്ളവനോട് ഇദാ അറാദ, അവൻ ഉദ്ദേശിച്ചാൽ, വലിയ ശുദ്ധിയുള്ളവനായിരിക്കെ എന്തെങ്കിലും ഭക്ഷിക്കുവാനോ കുടിക്കുവാനോ ഉറങ്ങുവാനോ ഒക്കെ ഉദ്ദേശിക്കുമ്പോൾ അൻ യതവല്ലഅ വുളുഅഹു ലിസ്സലാത്തി, ഒരു വുളു എടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ ജീവിതത്തിൽ നിസ്സാരമായിട്ട് ഒരുപക്ഷേ പലർക്കും അറിയില്ല, അറിയുന്ന ആളുകൾ തന്നെ ചെയ്യാറുമില്ല. ഇതൊക്കെ പുണ്യം കിട്ടുന്ന കാര്യങ്ങളാണ്, മുതൽ മുടക്കൊന്നുമില്ല. ശ്രദ്ധ വെച്ചാൽ ഈ കാര്യങ്ങൾക്ക് വരെ പടച്ചതമ്പുരാന്റെ അടുക്കൽ കൂലിയുണ്ട് എന്നർത്ഥം. അതേപോലെ തന്നെ പ്രവാചകന്റെ മറ്റൊരു ഹദീസ്, ഇദാ അതാ അഹദുക്കും അഹ്ലഹു സുമ്മ അറാദ അൻ യഊദ ഫല്യതവല്ലൽ, നിങ്ങളിൽ ഒരാൾ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു,
നിങ്ങളിൽ ഒരാൾ തന്റെ ഇണയെ സമീപിക്കുകയും എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം തുമ്മ അറാദാൻ യഊദ വീണ്ടും തന്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫല്യതവല്ല് അതിന്റെ ഇടയിൽ ഒരു ഉദു എടുക്കട്ടെ. ചില ഹദീസുകളിൽ അത് അവന് കൂടുതൽ ഉന്മേഷവും ആരോഗ്യവും പ്രദാനം ചെയ്യും എന്നൊക്കെ ചില ഹദീസുകൾ കാണാം. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലും ഉദു പ്രത്യേക പുണ്യമുള്ളതും സുന്നത്തായും പ്രവാചക തിരുമേനി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ഈ സന്ദർഭങ്ങളിലൊന്നും ഉദു നിർബന്ധമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതൊന്നും ചെയ്യാതെ തന്നെ ഉദു എടുക്കാതെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി ഹദീസുകൾ പഠിപ്പിച്ചു തരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യഅകുല ഔ യശ്റബ വഹുവ ജുനുബുൻ യഗ്സിലു യദൈഹി സുമ്മ യഅകുലു വയശ്റബു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശുദ്ധിയുള്ളവനായിരിക്കെ തിന്നുവാനോ കുടിക്കുവാനോ ഉദ്ദേശിക്കുമ്പോൾ രണ്ട് കൈ കഴുകും എന്നതല്ല എന്ന് പ്രത്യേകം ഉദു എടുക്കാതെ സുമ്മ യഅകുലു വയശ്റബു തിന്നുകയും കുടിക്കുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ലഹു ഹാജത്തുൻ ഇലാ അഹ്ലിഹി അതാഹ സുമ്മ യഊദു വലാ യമസ്സു മാഅൻ. ഒരിക്കൽ തന്റെ ഇണയുമായി ബന്ധപ്പെട്ടതിന് ശേഷം വീണ്ടും ലൈംഗിക ബന്ധത്തിന് ഉദ്ദേശിക്കുമ്പോൾ വലാ യമസ്സു മാഅൻ വെള്ളം തൊടാതെ തന്നെ പ്രവാചകൻ വീണ്ടും ബന്ധപ്പെടാറുണ്ട്. അപ്പൊ അത്തരം ഈ മേൽ പറഞ്ഞ ഈ സന്ദർഭങ്ങളിലൊക്കെ ഉളുവെടുക്കൽ ഒരു നിർബന്ധമല്ല, എന്നാൽ ഒരു സുന്നത്താണ്, ചെയ്യുന്നത് പുണ്യകരമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യനാമു വഹുവ ജുനുബുൻ വലാ യമസ്സു മാഅൻ. നബി തിരുമേനി ഉറങ്ങാറുണ്ടായിരുന്നു വലിയ ശുദ്ധിയുള്ളവനായിരിക്കെ തന്നെ വലാ യമസ്സു മാഅൻ വെള്ളം തൊടാതെ തന്നെ. അപ്പൊ ഉദു എടുക്കാതെയും നബി വലിയ ശുദ്ധിയുള്ളവനായിരിക്കും ഉറങ്ങിയിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് നബി അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇതൊന്നും ഒരു നിർബന്ധമല്ല. എന്നും നബി ചെയ്താൽ അപ്പോൾ ഒരു നിർബന്ധം തെറ്റിദ്ധരിക്കും. അപ്പൊ നിർബന്ധമല്ല, ഒരു സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ് എന്ന് കാണിക്കാനാണ് ചിലപ്പോൾ അത് ചെയ്യുകയും ചിലപ്പോൾ അത് ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ട് പ്രവാചകൻ ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. പിന്നെ ഉളു എടുക്കൽ സുന്നത്തായി നല്ലതായ ചില സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, തീ സ്പർശിച്ച ഭക്ഷണങ്ങൾ കഴിച്ചാൽ, വേവിച്ച വല്ല ഭക്ഷണങ്ങളും കഴിച്ചാൽ ഉളു ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്നാണ് പണ്ഡിതന്മാർ മൊത്തത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ ഉദു ഉണ്ടാക്കി ചായ കഴിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും മാംസം കഴിച്ചു, അല്ലെങ്കിൽ വേവിച്ച എന്തെങ്കിലും സാധനങ്ങൾ ഭക്ഷിച്ചാൽ അതുകൊണ്ട് ഉദു മുടിയൊന്നുമില്ല. എന്നാൽ അതിന്റെ ശേഷം ഒരു ഉദു ഉണ്ടാക്കുന്നത് കൂടുതൽ പുണ്യകരമാണ്, നല്ലതാണ് എന്ന് നബി തിരുമേനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, തവല്ലഉ മിമ്മാ മസ്സത്തിന്നാർ. തവല്ലഉ നിങ്ങൾ ഉദു ചെയ്യുക, മിമ്മാ മസ്സത്തിന്നാറു തീ സ്പർശിച്ച വസ്തുക്കളുടെ പേരിൽ. അപ്പൊ വേവിച്ച ഏതെങ്കിലും സാധനങ്ങൾ ഭക്ഷിച്ചതിന്റെ ശേഷം ഉദു എടുക്കുന്നത് എന്താണ്? മുമ്പ് ഉദു ഉണ്ടായിരുന്നു, അതിന് ശേഷം വേവിച്ച ഏതെങ്കിലും സാധനങ്ങൾ ഭക്ഷിച്ചാൽ ഉദു എടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഉദു മുറിയും എന്നല്ല, കൂടുതൽ പുണ്യകരമാണ് എന്നർത്ഥം. അതല്ലാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്തസ്സു മിൻ കതിഫി ശാത്തിൻ ഫഅകല മിൻഹാ വദുഇയ ഇല സ്വലാത്തി ഫഖാമ വതറഹ സിക്കീന വസല്ല വലം യതവല്ല. നബി തിരുമേനിയെ ഞാൻ കാണുകയുണ്ടായി. ഒരു സഹാബി പറയാണ്, യഹ്തസ്സു മിൻ കതിഫി ശാത്തിൻ, ഒരാടിന്റെ മാംസം നബി ഇങ്ങനെ മുറിച്ചെടുത്ത് ഫഅകല മിൻഹാ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു. അപ്പൊ സ്വലാത്തി നിസ്കരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടു, പള്ളിയിൽ നിന്ന് ഇഖാമത്ത് കൊടുത്തു. ഫഖാമ നബി ഉടനെ എഴുന്നേറ്റു, വതറഹ സിക്കീൻ കത്തി അവിടെ ഇട്ടു, വസല്ല നിസ്കരിച്ചു, വലം യതവല്ല ഉളു എടുത്തില്ല. അപ്പൊ വേവിച്ച ഭക്ഷണം കഴിച്ചാൽ ഒരു നിർബന്ധമല്ല, എന്നാൽ ചില സമയങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഒട്ടകമാംസം കഴിച്ചാൽ പ്രത്യേക അത് സുന്നത്താണ് ചില ഹദീസുകൾ കാണും. ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ ഉളു മുറിയും എന്ന് അഭിപ്രായപ്പെടുന്ന നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അതിന് പ്രത്യേകം തെളിവുകളില്ലെങ്കിലും ഒട്ടകമാംസം ഭക്ഷിച്ചാലും പ്രത്യേകം ഉളു എടുക്കുന്നത് ഒരു പ്രത്യേക സുന്നത്താണ് എന്ന് അതിലേതായാലും തർക്കമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണും. ഇത്രയും കാര്യങ്ങളാണ് ഉളൂഇനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.